വനിതാ 2020 പരമ്പരയിലെ മൂന്നാം മത്സരത്തിനായി ഇന്ത്യൻ ടീം പരിശീലനം നടത്തുകയാണ്. ശ്രീലങ്കൻ ടീമിന്റെ ഇന്നത്തെ പരിശീലനം പൂർത്തിയായി. നാളെ രാത്രി 7 മണിക്കാണ് മൂന്നാം 2020 പോരാട്ടം. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ജമീമ റോഡ്രിഗസ് പരിശീലനത്തിന് ഇറങ്ങില്ലെന്ന് ഇന്ത്യൻ പരിശീലകൻ അമോൽ മജുംദാർ പറഞ്ഞു. Jamima had a little bit of a issue, but I think she's fine. She's just resting today. The doctors and the physios are having a close look at her, monitoring her consistently. She should be fine, I guess. It's just a mandatory rest that she wants. അർജുൻ രാജ് ചേരുകയാണ് കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നിന്ന്. അർജുൻ, ഒരു ഇടവേളയ്ക്ക് ശേഷം കാര്യവട്ടം വീണ്ടും ക്രിക്കറ്റ് പൂരത്തിലേക്ക് വരികയാണ്. ഇന്ത്യൻ ടീമിന്റെ പരിശീലനം എങ്ങനെ പുരോഗമിക്കുന്നു? രുചീഷ്, ലോക ചാമ്പ്യന്മാരെ കാത്തിരിക്കുകയാണ്. നാളെയാണ് മത്സരം. വൈകിട്ട് 7 മണിക്ക് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ഏറ്റുമുട്ടും. ഇന്ത്യൻ ടീമിൻ്റെ പരിശീലനമാണ് ഇപ്പോൾ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഇന്ത്യൻ ടീം മൂന്നാം മത്സരത്തിന് ഇറങ്ങുന്നത്. അതിന് കാരണം വിശാഖപട്ടണത്ത് നടന്ന 2 മത്സരങ്ങളും ഇന്ത്യൻ ടീം ജയിച്ചു. നാളത്തെ മത്സരം കൂടി ജയിച്ചു കഴിഞ്ഞാൽ ലോകകപ്പിന് ശേഷം ലോക ചാമ്പ്യന്മാർക്ക് ആദ്യം നടക്കുന്ന പരമ്പരയിൽ കൂടി കിരീട നേട്ടത്തിന് കഴിയും. 2 മത്സരത്തിലും രണ്ടാമത് ബാറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ഇന്ത്യയുടെ വിജയം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാധ്യത, അതായത് ബാറ്റിംഗ് ടീം വലിയ രീതിയിൽ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല നിലവിൽ എന്ന് പറയണം. കാരണം 120 റൺസിന് ഒക്കെ ശ്രീലങ്കൻ ടീമിനെ 2 മത്സരങ്ങളിലും അതിലൊതുക്കാൻ ഇന്ത്യൻ ടീമിന് കഴിഞ്ഞിരുന്നു. അങ്ങനെ ഷഫാലി വർമ്മയുടെയും ജമീമ റോഡ്രിഗസിൻ്റെയും ഒക്കെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ പരീക്ഷണത്തിനൊന്നും പോകാതെ അനായാസമായി 2 മത്സരങ്ങളും ജയിക്കാൻ ഇന്ത്യൻ ടീമിന് കഴിഞ്ഞു. ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെ നാളെ ടീം ഇറങ്ങുകയാണ്. നിലവിൽ ഒരു ചെറിയ ആശങ്കയായി നിലനിൽക്കുന്നത് ജമീമ റോഡ്രിഗസ് ഇന്ന് പരിശീലനത്തിന് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അവർക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇന്ന് പരിശീലനത്തിന് ഇറങ്ങില്ല എന്നാണ് കോച്ച് പറഞ്ഞത്. അതേസമയത്ത് നാളെ അവർ മത്സരത്തിൽ പങ്കെടുക്കും, കളിക്കാൻ ഇറങ്ങുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. സ്മൃതി മന്ദാനയും ഷഫാലി വർമ്മയും ഒക്കെ ഇപ്പോൾ ബാറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ശ്രീലങ്കൻ ടീമിൻ്റെ പരിശീലനം ഇന്ന് വൈകിട്ടാണ് നടന്നത്. അതിനുശേഷം ഇപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ പരിശീലനമാണ് നടക്കുന്നത്. 7 മണിക്കാണ് മത്സരം. തിരുവനന്തപുരത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞൊക്കെ വൈകിട്ട് ഉള്ള പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഘട്ടത്തിൽ ആർക്ക് അനുകൂലമായിരിക്കും പിച്ച് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നാളെ അറിയാം. ബാറ്റിങ്ങിന് അനുകൂലമായ പിച്ചാണ് സാധാരണ തിരുവനന്തപുരത്ത് ഉണ്ടാകാറുള്ളത്. വലിയ റൺസ് സാധാരണ ഒരു മത്സരത്തിനായി തിരുവനന്തപുരം ഒരുപാട് കാത്തിരിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇപ്പോൾ തുടർച്ചയായി 3 മത്സരം ലഭിക്കുകയാണ്. രുചിച്ച് അത് ഏറ്റവും ആഹ്ലാദകരമായിട്ടുള്ള കാര്യമാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ ലോകകപ്പ് നേടിയ അതേ ടീം തന്നെ അവരുടെ അടുത്ത പരമ്പരയ്ക്കായി തിരുവനന്തപുരത്തേക്ക് വരുന്നു. 3 മത്സരങ്ങൾ കളിക്കുന്നു. അത് 2 മത്സരം വിശാഖപട്ടണത്ത് ജയിച്ചതിൻ്റെ ആത്മവിശ്വാസമുണ്ട്. 26-ാം തീയതി, അതായത് നാളെ ആദ്യ മത്സരം നടക്കും. അതിനുശേഷം ഓരോ ദിവസത്തെ ഇടവേളകൾക്ക് ശേഷം 2 മത്സരങ്ങളുണ്ട്. 28-ാം തീയതിയും 30-ാം തീയതിയും മത്സരങ്ങളുണ്ട്. അങ്ങനെ ഏറ്റവും കരുത്തുറ്റ ടീമിനെ തന്നെ തിരുവനന്തപുരത്ത് ആരാധകർക്കായി എത്തിക്കുകയാണ് ഇന്ത്യ. അവരുടെ പ്രകടനം നാളെ നമുക്ക് കാണാനും കഴിയും. രുചീഷ്, അർജുൻ, എന്തായാലും വളരെ ആവേശത്തിലാണ് കായിക പ്രേമികൾ കാത്തിരിക്കുന്നത്. ഇന്ത്യൻ ടീമിന്റെ പരിശീലനം പുരോഗമിക്കുകയാണ്.